ഏതോ മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന വർക്ക് ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്, സെൽഫ് ചെക്കപ്പ് ചെയ്യുന്നുണ്ട്, ആക്സിലേറ്റർ കേബിൾ ചെക്കപ്പ്, പിന്നെ അതേപോലെ കിക്കർ ഇടയ്ക്ക് സ്റ്റക്കായി പോകുന്ന കംപ്ലയിൻ്റ് ഉണ്ട്. അത് ഇടയ്ക്ക് റെഡി ആക്കിയതാണ്, വീണ്ടും കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ മിറർ ലെഫ്റ്റ് സൈഡ് പറഞ്ഞ് പൊട്ടിയിരിക്കുന്നുണ്ട്, അപ്പോൾ അത് മാറണം. അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വർക്കിന് കയറ്റിയത് 58,931 കിലോമീറ്ററിലാണ്. അപ്പോൾ നമ്മൾ ഓടിച്ചു നോക്കി വർക്കിന് കയറ്റുന്ന സമയത്ത് ഫ്രണ്ട് ബ്രേക്കൊക്കെ നമുക്കൊരു ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിൾ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്, ചോക്കിൻ്റെ കേബിൾ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അങ്ങനെ 1-2 പ്രോബ്ലംസ് നമുക്ക് പ്രത്യക്ഷത്തിൽ കിട്ടിയിട്ടോ. ബാക്ക് സൈഡിൽ നമ്മൾ ചെക്ക് ചെയ്ത് വരാണെങ്കിൽ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ബ്രേക്ക് ലൈനറെല്ലാം അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, കുറേ കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ച് നിർത്തിയ കാരണമാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബാക്കും കൂടി അഴിക്കും. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ലൈനർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്ക് ഗിയർ ബോക്സിനകത്ത് വരുന്ന ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു, നല്ല ഓയിലാണ്. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ ജസ്റ്റ് ഒന്ന് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട്. കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് കിടക്കണേ. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. CVT ക്ലച്ചാണ്, നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ചെക്ക് ചെയ്യേണ്ട പാർട്സാണ്. ഇടയ്ക്ക് ഓരോ സർവീസിലും നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മളെല്ലാ സർവീസിലും തന്നെ വണ്ടി ചെക്ക് ചെയ്തിട്ടുണ്ട്, ക്ലച്ച് ഭാഗം നോക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അഴിച്ചാലാണ്, വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, ബെൽറ്റും ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്, പുതിയ ബെൽറ്റാണ് കേട്ടോ. പിന്നെ അതേപോലെ കിക്കറിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഈ വീലിൻ്റെ സ്റ്റോപ്പർ പോയേക്കാണ്. അതാണ് കിക്കർ ഇടയ്ക്ക് കയറിയിട്ട് സ്റ്റക്കാവുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് കൊണ്ടുപോയിട്ടോ, അതൊന്ന് പുറത്ത് വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ കൊടുത്താൽ നമുക്ക് സ്റ്റോപ്പർ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് സ്റ്റോപ്പർ അടിച്ച് കഴിഞ്ഞാൽ റെഡി ആയിക്കോളൂ. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ടൈപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ഈ പീസെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബുഷ് നമുക്ക് മാറ്റിയിടണം, അത് അത്യാവശ്യം ലൂസായിട്ടുണ്ട്. പിന്നെ ക്ലച്ച് യൂണിറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്ത്, വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ചോക്കിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്. ചോക്ക് കേബിൾ ചില സമയങ്ങളിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട്, വലിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചോക്കിൻ്റെ കേബിളും ആക്സിലേറ്ററിൻ്റെ കേബിളും കൂടി മാറ്റിയിടണമായിരിക്കും ബെറ്റർ കേട്ടോ. ചോക്ക് ഇങ്ങനെ വലിക്കുമ്പോൾ പൊന്നുണ്ട്, ചില സമയങ്ങളിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ വലിയ താമസിച്ചാണ്ട് അത് സ്റ്റക്കാവും. അപ്പോൾ ആക്സിലേറ്റർ കേബിളും ചോക്ക് കേബിളും കൂടി നമുക്ക് മാറ്റിയിടാം. ഹെഡിൻ്റെ ഭാഗത്ത് വേറെ പറയത്തൊക്കെ ലീക്കേജ് ഒന്നുമില്ല. അതേപോലെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻസുകൾ കാണിക്കുന്നില്ല. ഇപ്പോഴത്തെ വണ്ടികൾ എന്ന് പറയുമ്പോൾ ഒരു 10 വണ്ടി 8 വണ്ടിയുടെയും കാർബറേറ്റർ കംപ്ലയിൻറ്റാണ്. ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റാണ് മെയിനായിട്ടുള്ള പ്രശ്നം, അല്ലെങ്കിൽ മിസ്സിങ്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, അങ്ങനത്തെ പല പ്രശ്നങ്ങളും കാണിക്കാറുണ്ട്. പ്രത്യക്ഷത്തിൽ നമ്മുടെ വണ്ടിക്ക് വേറെ പ്രശ്നം പറഞ്ഞിട്ടില്ല. അപ്പോൾ പരമാവധി അങ്ങനെ തന്നെ ഉപയോഗിക്കുക. കാരണം എന്താ വെച്ചാൽ എപ്പോഴേലും കംപ്ലയിൻറ്റ് വരും. ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറയുമ്പോൾ E20 പെട്രോളാണ്. അത് ഉപയോഗിക്കുമ്പോൾ കോമൺ ആയിട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ മോഡൽ വണ്ടികളല്ലാത്ത കാർബറേറ്റർ മോഡൽ വണ്ടികൾ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ വരും. പ്രത്യക്ഷത്തിൽ നമുക്ക് ഇപ്പോഴത്തെ സ്റ്റേജിൽ കംപ്ലയിൻ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്സിലേറ്റർ കേബിളൊക്കെ മാറ്റി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ബുഷും ഗ്രീൻ ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതിൻ്റെ ഈ ഒരു കേബിൾ, ബ്രേക്കിൻ്റെ ഒരു കേബിൾ ലോഡായിട്ടുണ്ട് കേട്ടോ, റൈറ്റ് സൈഡ് ബ്രേക്ക് കേബിൾ ലോഡായിട്ട് നിൽക്കണേ. അപ്പോൾ അത് കൈയോടെ മാറ്റിയിടാം. അതല്ലെങ്കിൽ ഈ ഫ്രണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ ബ്രേക്ക് പിടിച്ച് സ്റ്റക്കാവാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബ്രേക്ക് നമുക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് മെയിനായിട്ട് കാണിക്കുന്നത് ബാറ്ററിയുടെയാണ്. ബാറ്ററി നമുക്ക് ഇതും ഇരിക്കുന്ന ബാറ്ററി എന്ന് പറയുമ്പോൾ ബോഷിൻ്റെ ബാറ്ററിയാണ്. ബോഷ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ബാറ്ററിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി, 12.57 12.5 വോൾട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ലോഡ് കൊടുക്കുമ്പോൾ ഉണ്ടോ ഫുൾ ഡെഡായ ഒരു അവസ്ഥയിലേക്ക് പോകണം. അപ്പോൾ ബാറ്ററി മാറ്റിയിട്ടാലാണ് അത് റെഡി ആവുള്ളൂ. പിന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടാം. എൻജിൻ ഓയിൽ നമ്മൾ നോക്കി, നല്ല ഓയിലാണ്, ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓയിൽ അത് തന്നെ മതി കേട്ടോ. അപ്പോൾ ബാക്കിയത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി നമുക്ക് ജനറൽ സർവീസ്, അതേപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ, ചോക്കിൻ്റെ കേബിൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വർക്ക് ആവുന്നുണ്ടെങ്കിലും ടൈറ്റ് കാണിക്കും പിന്നീട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ചോക്ക് കേബിൾ മാറ്റാൻ പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി വലിക്കുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ടൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ആരംഭമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചോക്ക് കേബിൾ പെടുത്തുന്നത്. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ ലോഡായിട്ട് വെക്കുന്നുണ്ട്. ബാറ്ററി കംപ്ലയിൻ്റ് ഉണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് വന്ന വർക്ക് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. കാരണം നമുക്ക് റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.